സ്കിപ്പ് ചെയ്യരുത്. കാരണം എങ്ങനെയാണ് ഒരു യു ജി സി ക്രിയേഷൻ ചെയ്യാൻ ഒരു ബിഗിനറിന് അത്ര സേഫ് അല്ല. നിങ്ങൾ അത്ര സുന്ദര വാഗ്ദാനങ്ങളൊക്കെ കേട്ട് നമ്മൾ ചാടും. അടുത്തതെന്ന് പറയുമ്പോൾ ടൈപ്സ് ഓഫ് കൊളാബറേഷൻസ് പൊതുവെ 3 തരത്തിലാണ് ഉള്ളത്. അതായത് ഫസ്റ്റ് വൺ ബാർട്ടർ കൊളാബറേഷൻസ്, ദെൻ പെയ്ഡ് കൊളാബറേഷൻസ്. ഈ രണ്ടിൽ പെടാത്ത ഒരു സാധനമുണ്ട്, റീഇംബേഴ്സ്മെന്റ് കൊളാബറേഷൻസ് അഥവാ റീഫണ്ട് കൊളാബറേഷൻസ് എന്ന് പറയും. സോ ഇതെന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാർട്ടർ കൊളാബറേഷൻസ് പറഞ്ഞാൽ മ്യൂച്വൽ ആണ്. നമുക്ക് ബ്രാൻഡ്സ് പ്രോഡക്റ്റ് തരും, നമ്മൾ വീഡിയോസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. അതായത് അവർ ബ്രാൻഡ് നമുക്ക് പ്രോഡക്ട്സ് തരുമ്പോൾ അവർ കുറച്ച് ഡെലിവറബിൾസ് പറയും. ഡെലിവറബിൾസ് മീൻസ് നമ്മൾ എന്തൊക്കെയാണ് ഈ ഒരു പ്രോഡക്റ്റിന് പകരം അവർക്ക് ചെയ്ത് കൊടുക്കുന്നത്. എസ്പെഷ്യലി ഇപ്പോൾ സ്റ്റോറി ആണോ റീലാണോ, ചിലപ്പോൾ പറയും റീലിന്റെ ലിങ്ക് അവർ ഓട്ടോമേറ്റ് DM വെച്ചിട്ടൊക്കെ കൊടുക്കുക എന്നുള്ള രീതിക്കൊക്കെ പറയും. ഇതാണ് ബാർട്ടർ കൊളാബറേഷൻസിന്റെ കാര്യം. ആൻഡ് സെക്കൻഡ് വൺ പെയ്ഡ് കൊളാബറേഷൻസ്. പെയ്ഡ് കൊളാബറേഷൻസ് എന്ന് പറയുന്നത് നമുക്ക് ആദ്യമേ ഒന്നും കിട്ടില്ല. അതായത് നമുക്ക് പ്രോഡക്റ്റും കിട്ടും, കൂട്ടത്തിൽ ഒരു പേയ്മെന്റും കിട്ടും. ഇഫ് നിങ്ങളുടെ കോണ്ടന്റ്സ് എന്ന് പറയുന്നത് ഹൈ ക്വാളിറ്റി ഉള്ള കോണ്ടന്റ്സ് ആണ്, നല്ല ഈസ്തെറ്റിക് വ്യൂവും പ്രോഡക്ട്സിന്റെ ആ ഒരു ഫോട്ടോഗ്രാഫി ഒക്കെ ഭയങ്കര പ്ലീസിങ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ഫോട്ടോഗ്രാഫി, ലൈക്ക് നിങ്ങളുടെ എന്താ കോണ്ടന്റ്സിന്റെ ക്രിയേഷൻ അത്രയും ടോപ്പ് നോച്ച് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് പെയ്ഡ് ക്യാമ്പയിൻസ് ഈസിലി കിട്ടും. പെയ്ഡ് കൊളാബറേഷൻസ് ഇത്രയേ ഉള്ളൂ. പ്രോഡക്റ്റ് നമുക്ക് തരും, അതിന്റെ കൂട്ടത്തിൽ ഒരു പേ ഔട്ടും കാണും. ഈ പേ ഔട്ട് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ പ്രോഡക്റ്റിന്റെ റീൽസ് നമ്മൾ സബ്മിഷൻ, അതായത് അവർ പറഞ്ഞ ഡെലിവറബിൾസ് നമ്മൾ സബ്മിറ്റ് ചെയ്ത് ഇത്ര ദിവസത്തിനുള്ളിൽ പേയ്മെന്റ് അല്ലെങ്കിൽ 24 hours പേയ്മെന്റ് നമുക്ക് മെയിൽ ഉണ്ടാവും. സോ നല്ല ബ്രാൻഡ്സ് ഒക്കെ ചില ബ്രാൻഡ്സ് ഒക്കെ ആണെങ്കിൽ കറക്റ്റ് ടൈമിങ്ങിന് തന്നെ നമുക്ക് പേ ചെയ്യും. ചില ബ്രാൻഡ്സ് കുറച്ച് പാടാണ്, 60 days 90 days ഒക്കെ എടുക്കാറുണ്ട്. ചില വളരെ ഫേമസ് ആയിട്ടുള്ള ബ്രാൻഡ്സ് ഒക്കെ ആണെങ്കിൽ അവർ അത്രയും ദിവസമൊക്കെ എടുക്കാറുണ്ട്. ബട്ട് യെസ്, കറക്റ്റ് ടൈമിങ്ങിന് തരുന്ന ചില സ്മോൾ ബ്രാൻഡ്സ് ഉണ്ട്. അടുത്തെന്ന് പറയുമ്പോൾ റീഇംബേഴ്സ്മെന്റ് കൊളാബറേഷൻസ് എന്ന് പറയുന്നത് നമ്മളൊരു ബിഗിനർ സ്റ്റേജിലാണെന്നുണ്ടെങ്കിൽ എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. കാര്യം നമുക്ക് അറിയില്ല ബ്രാൻഡ്സ് എങ്ങനെയാണെന്നുള്ളത്, അല്ലെങ്കിൽ ഏജൻസി എങ്ങനെയാണെന്നുള്ളത്. പൊതുവേ നമ്മളൊരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും റീഇംബേഴ്സ്മെന്റ് കൊളാബറേഷൻസ് തരാൻ ഒരുപാട് ഏജൻസീസ് വരും. അതായത് നമ്മളൊരു പ്രോഡക്റ്റ് നമ്മളെ പൈസ കൊടുത്ത് വാങ്ങി അതിന്റെ റിവ്യൂസ് ഒക്കെ പോസ്റ്റ് ചെയ്തതിന് ശേഷം എല്ലാ ഡെലിവറബിൾസിനും ശേഷം മാത്രം അവർ നമുക്ക് പേയ്മെന്റ് തരുമെന്ന് പറയും. ഇതാണ് സംഭവം. ഇതാണ് ഒരു റീഇംബേഴ്സ്മെന്റ് കൊളാബറേഷൻസിന്റെ ഒരു ബേസ് എഗ്രിമെന്റ് എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോയുടെ ഏറ്റവും ലാസ്റ്റ് ഒരു ഏരിയയിലോട്ട് ഞാൻ പോവാണ്. അതായത് ഇത്രയും നേരം ഞാൻ പറഞ്ഞത് UGC ക്രിയേഷൻസിന്റെ ബെനിഫിറ്റ്സും ഒരുപാട് കാര്യങ്ങളും എന്തൊക്കെയാന്നൊക്കെ പറഞ്ഞു. ആൻഡ് ഇതിന് പോസിറ്റീവ്സും നെഗറ്റീവ്സും പറഞ്ഞു തരേണ്ടത് എന്റെ ഒരു ഉത്തരവാദിത്വമാണല്ലോ. അപ്പം നിങ്ങളിപ്പോ പഠിക്കുന്ന ഒരു സ്റ്റുഡന്റോ അല്ലെങ്കിൽ ഒരു വീട്ടമ്മയോ ഒക്കെ ആണെങ്കിൽ നമ്മുടെ കയ്യിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരുപാട് പൈസ കാണില്ല. അപ്പൊ നിങ്ങൾ കയറി ഇൻവെസ്റ്റ് ചെയ്യുക. നമ്മൾ ട്രൈപോഡ് വാങ്ങാം, മൈക്ക് വാങ്ങിക്കാം, റിംഗ് ലൈറ്റ് വാങ്ങിക്കാം, നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാൻ ബാക്ക് ഡ്രോപ്സ് മേടിക്കാം എന്നൊക്കെ വിചാരിച്ച് ആദ്യമേ കയറി ഇൻവെസ്റ്റ് ചെയ്ത് വന്ന സാധനങ്ങൾ മേടിക്കേണ്ട കാര്യമില്ല. നമ്മുടെ കയ്യിലുള്ള ബാക്ക്ഗ്രൗണ്ട്സും എസ്തെറ്റിക്സും നമ്മുടെ കയ്യിലുള്ള ടൂൾസ്, നമ്മുടെ കയ്യിൽ ഒരു ട്രൈപോഡ് ഇല്ലെങ്കിൽ ഓക്കെ, നമ്മൾ കൈവച്ച് തന്നെ വീഡിയോ എടുക്കുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും സ്റ്റാൻഡ് ആയിട്ട് വെച്ചിട്ട് വീഡിയോ എടുക്കുക, ഓക്കെ, ഇറ്റ്സ് ഫൈൻ, ഓക്കെ. പിന്നെ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെ കയ്യിൽ മിക്കവരയിലും ഉള്ളതാണ് ഐഫോൺ, അല്ലെങ്കിൽ ക്യാമറ, അല്ലെങ്കിൽ ഗോപ്രോ. ഈ 3 സാധനങ്ങൾ ഏതെങ്കിലും ഒന്ന് വെച്ചായിരിക്കും അവർ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഇതൊന്നും വാങ്ങിക്കാനുള്ള ഇൻവെസ്റ്റ്മെന്റ് നമ്മുടെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ ഓക്കെ, കട്ട് ചെയ്തേക്കൂ, അപ്പൊ നമ്മൾ പോണ്ട, ആ ഒരു കാര്യമേ ഇഗ്നോർ ചെയ്തേക്കൂ. നമ്മുടെ കയ്യിലുള്ള സ്മാർട്ട് ഫോൺ എന്താണോ അതിനകത്ത് മാക്സിമം ക്വാളിറ്റിയിൽ വീഡിയോസ് എടുക്കുക, എഡിറ്റ് ചെയ്യുക, അപ്ലോഡ് ചെയ്യുക. അപ്പൊ നമ്മുടെ കോണ്ടന്റ്സിന്റെ ക്വാളിറ്റി ഓരോ ദിവസം കൂടുന്നതും ഉറപ്പായിട്ട് ഇമ്പ്രൂവ് ചെയ്യുള്ളൂ. കാര്യം പലരുടെ വീഡിയോസ് കാണുന്നതും ഒരു ഫോട്ടോഗ്രാഫി എങ്ങനെ ഇരിക്കും, ഏത് ആംഗിളിൽ എടുത്താൽ വീഡിയോസ് സൂപ്പർ ആയിട്ട് കിട്ടും എന്നൊക്കെ നമ്മൾ പതുക്കെ പതുക്കെ പഠിക്കും. പഠിക്കുന്നതിനനുസരിച്ച് നമുക്ക് കൊളാബറേഷൻസ് അനുസരിച്ച് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. ആദ്യമേ ചാടിക്കേറി ഇൻവെസ്റ്റ് ചെയ്തിട്ട് ചേച്ചി പറഞ്ഞിട്ടല്ലേ ഇതൊക്കെ ചെയ്തത്, എനിക്ക് എന്നിട്ട് ഒന്നും കിട്ടിയില്ല, എന്റെ കയ്യിലെ പൈസ പോയി എന്ന് പറയരുത്. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. പിന്നെ സ്മോൾ ബിസിനസ് ആയിട്ട് നടത്തുന്ന ഒരുപാട് ആളുകളുണ്ട്. ഹെയർ ബാൻഡ്, സ്ക്രഞ്ചീസ്, അല്ലെങ്കിൽ അതുപോലെ ക്യൂട്ട് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, ക്യൂട്ട് ഫൈൻസും ഹാൻഡ് ക്രാഫ്റ്റ്സും ഒക്കെ കൊടുക്കുന്ന ഒരുപാട് പേജസ് നമ്മുടെ അടുത്ത് കൊളാബറേഷൻ ആയിട്ട് വരും. അപ്പൊ അവർ പറയുന്ന ഒരു കാര്യം ഇതായിരിക്കും, നിങ്ങൾക്ക് ഒരു ഡിസ്കൗണ്ട് കൂപ്പൺ തരാം, ആ ഒരു കൂപ്പൺ വെച്ചിട്ട് നിങ്ങൾക്ക് പ്രോഡക്റ്റിന്റെ പകുതി എമൗണ്ട് അടച്ചാൽ മതി, പകുതി നിങ്ങൾ തന്നാൽ മതി. അപ്പൊ ഒരു കൊളാബറേഷൻ ഓക്കെ ആയി, നിങ്ങൾ സെറ്റ് അല്ലേ ചെയ്യാൻ നമ്മൾ വിചാരിക്കും ഓക്കെ പകുതി അടച്ചാൽ പോരെ, പകുതി പൈസ നമുക്ക് ലാഭമായിരുന്നു. പക്ഷെ എല്ലാം നഷ്ടമായിരിക്കും. അങ്ങനെ ചെയ്യാതിരിക്കുക. പിന്നെന്ന് പറയുമ്പോൾ പ്രോഡക്റ്റ് നമ്മൾ അടച്ചു തരാം, ഷിപ്പിംഗ് ചാർജ്. ഇന്ത്യയിലുള്ളവർ തന്നെ ഈ ഷിപ്പിംഗ് ചാർജ് എന്നൊക്കെ പറഞ്ഞ് അയക്കും. പക്ഷെ എന്താണെന്ന് അറിയോ, പ്രോഡക്റ്റ് നമുക്ക് അയക്കില്ല. നമ്മൾ ഷിപ്പിംഗ് ചാർജ് ഒക്കെ അയച്ചു കഴിയുമ്പോഴത്തേക്കും പിന്നെ അവർ നമ്മളെ ഗോസ്റ്റ് ചെയ്യും. പിന്നെ അവർ ഒരു വിവരവും കാണില്ല. പിന്നെ കുറെ നാൾ നമ്മളിങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടേ ഇരിക്കണം, എന്റെ പേയ്മെന്റ് താ, അല്ലെങ്കിൽ എന്റെ പ്രോഡക്റ്റ് താന്ന് പറഞ്ഞ് ചോദിച്ചിട്ട്.
കുറെ കാലം കഴിയുമ്പോൾ എന്താ ഈ പേജേ ഉണ്ടാവില്ല. അപ്പൊ സ്മോൾ ബിസിനസ് ഫൈൻസിനെ നമ്മൾ പെട്ടെന്ന് കയറി വിശ്വസിക്കല്. പക്ഷെ അവർ ട്രസ്റ്റ് ആണ്, അല്ലെന്നല്ല, നല്ലപോലെ ട്രസ്റ്റ് ചെയ്ത് നമുക്ക് പ്രോഡക്ട്സ് തരുന്ന ആളുകളും ഉണ്ട്, ഇല്ലെന്നല്ല. ബട്ട് സ്റ്റിൽ ചിലരുടെ കാര്യങ്ങൾ നമ്മൾ ഇതുപോലെ മുമ്പ് ഡീറ്റെയിൽസ് അന്വേഷിച്ചതിന് ശേഷം മാത്രം റിപ്ലൈ കൊടുക്കുക, എഗ്രി ചെയ്യുക കൊളാബറേഷൻ. നമ്മൾ ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് നമ്മളെ മൈൻഡിൽ തന്നെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു മോട്ടിവേഷനോ ഇൻസ്പിറേഷനോ ഒക്കെ നമ്മൾ മൈൻഡിൽ വെച്ചിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. ആൻഡ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം പേഷ്യൻസ്. നമ്മൾ ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്ത് നാളെ നമുക്ക് കൊളാബറേഷൻസ് കിട്ടും എന്ന് പ്രതീക്ഷിച്ച് അങ്ങനെ ടെൻഷൻ അടിച്ച് ആ ഒരു പ്രഷറൈസ്ഡ് ആയിട്ട് ഇരിക്കല്. സമയമെടുക്കും, ടൈം എടുക്കും. നിങ്ങൾക്കതിൽ താല്പര്യമുണ്ട്, നിങ്ങൾ നല്ലപോലെ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ട്, നിങ്ങളുടെ എഫേർട്സ് ഇൻവെസ്റ്റ് ചെയ്യാൻ, നിങ്ങളുടെ പ്രയത്നം ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ട്, നിങ്ങൾ ഓക്കെ ആണ്, അത്രയും ക്ഷമയോടെ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് സക്സസ് ആവാൻ പറ്റും. സോ ഞാൻ ഗ്യാരണ്ടിയാണ്. ഞാൻ 0 ഫോളോവേഴ്സിൽ തുടങ്ങിയതാണ്. ഇപ്പൊ ഞാൻ 20+ ബ്രാൻഡ്സുമായിട്ട് ഞാൻ കൊളാബറേറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് യെസ്, ബട്ടർ കൊളാബറേഷൻസ് ആണ്. പെയ്ഡ് കൊളാബറേഷൻസ് വളരെ കുറവാണ്. പെയ്ഡ് കൊളാബറേഷൻ വളരെ 200 റുപ്പീസിനൊക്കെ ഉള്ള പെയ്ഡ് കൊളാബറേഷൻ മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. അതും പേയ്മെന്റ് പെൻഡിങ് ആയിട്ട് പോയിട്ടുള്ളതാണ്. കാരണം ഏജൻസി വഴി വരുമ്പോൾ എന്താ, ഏജൻസിക്കാർ നമുക്ക് ആ ഒരു എമൗണ്ട് ചിലപ്പോൾ തന്നെന്ന് വരില്ല. അവരങ്ങ് മുക്കും. അങ്ങനെയാണ് ചില ഏജൻസിക്കാർ. എല്ലാത്തിനും പോസിറ്റീവ് നെഗറ്റീവ് ഉള്ള പോലെ ഇതും അങ്ങനെയുള്ള ഒരു സംഭവമാണ്. അപ്പൊ ശ്രദ്ധിക്കുക. ഏജൻസി ആണെങ്കിൽ ഏജൻസിയെ കുറിച്ച് അന്വേഷിക്കുക, ബ്രാൻഡ് ആണെങ്കിൽ ബ്രാൻഡിനെ കുറിച്ച് അന്വേഷിക്കുക, സ്മോൾ ബിസിനസ് ഫൈൻഡ് ആണെങ്കിൽ ആ ഒരാളുടെ പേഴ്സണൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ അത് പോയി അന്വേഷിക്കുക. എല്ലാം അന്വേഷിച്ച് ഡീറ്റെയിൽസ് ഒക്കെ ഫൈൻ ആണ് നോക്കി വരുത്തിയിട്ട് മാത്രം പോയി ചാടുക. പക്ഷെ ചില ബ്രാൻഡ്സ് ഉണ്ട്, ഡോട്ട് ആൻഡ് കീ, എക്കോളജിക്ക, അങ്ങനെയുള്ള കുറച്ച് നല്ല ബ്രാൻഡ്സുകളുണ്ട്. അവർ നമുക്ക് കൊളാബറേഷൻസ് ബാറ്റർ തരുമ്പോൾ ഒരു കുഴപ്പമില്ല. ഈവൻ പേയ്മെന്റ് കൊളാബറേഷൻസ് ആണെങ്കിലും പക്ക ആയിട്ട് നമുക്ക് എമൗണ്ട് കിട്ടും, റീഫണ്ട് കിട്ടും. അപ്പോൾ ഇതാണ് എനിക്ക് ഈ കൊളാബറേഷൻസിനും UGC കോണ്ടന്റ് ക്രിയേഷനെ കുറിച്ചൊക്കെ അറിയുന്ന എന്റെ ലിമിറ്റഡ് ഏരിയ ഓഫ് നോളജ് ഇത്രയൊക്കെയാണ്. ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യാന്നുള്ളത് എനിക്കൊരു ഹാപ്പിനെസ് ആണ്. സോ അതുകൊണ്ടാണ് ഞാൻ ഷെയർ ചെയ്തിരിക്കുന്നത്. അപ്പം എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണല്ലേ പ്ലീസ്. ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഫീഡ്ബാക്സ് ഈ വീഡിയോയെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ അതും കമന്റ് ചെയ്യാം കേട്ടോ. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ. അപ്പൊ 再见。